1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണവള. പക്ഷെ ആ സ്വർണ്ണവള തിരികെ കിട്ടിയേട്ടോ. കാക്കക്കൂട്ടിൽ നിന്ന് തന്നെ തിരികെ കിട്ടി. കോഴിക്കോട് കാപ്പാടാണ് വീട്ടുകാരെ ആകെ ടെൻഷനിലാക്കിയ രസകരമായ സംഭവം. 1 പവന്റെ വില എത്രയാണെന്ന് ആലോചിച്ചറിയാലോ. പി നസീറിന്റെ മകൾ ഫാത്തിമ ഹൈഫയുടെ വളയാണ് കാക്ക കൊത്തിക്കൊണ്ടുപോയി തെങ്ങിന് മുകളിലുള്ള കൂട്ടിലിട്ടത്. പറമ്പിൽ നിന്ന് പ്ലാസ്റ്റിക് വളയും ചുള്ളിക്കമ്പും ഒക്കെ കൊത്തിക്കൊണ്ടുപോകുന്ന കാക്കയെ കുട്ടിയുടെ ബന്ധു കണ്ടതോടെ വഴിത്തിരിവിലേക്ക് എത്തുകയായിരുന്നു. കാക്കയുടെ കൂടുള്ള തെങ്ങിൽ കയറി നോക്കുമ്പോഴാണ് ഈ സ്വർണ്ണവള കണ്ടുകിട്ടിയത്. ആ ആശ്വാസത്തിലാണ്, ആ സന്തോഷത്തിലാണ് കുടുംബം. ആ വള കയ്യിൽ പിടിച്ച് നിൽക്കുന്ന മകളുടെ ദൃശ്യമാണ് ഈ കാണുന്നത്. രാഹുൽ ഉണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. കാക്കയ്ക്കും മനസ്സിലായില്ലേ സ്വർണത്തിന് ഇപ്പോ പൊന്നും വിലയാണെന്ന്? ഇത് എങ്ങനെയാണ്, അതായത് ഈ തട്ടിക്കൊണ്ട് ഇങ്ങനെ കാക്ക ഈ വള കൊത്തിയെടുത്ത് കൊണ്ടുപോയത് എപ്പോഴാണ്? പിന്നീട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വള കണ്ടു കിട്ടിയത്? ഇങ്ങനെ ഒരു കാക്കയെ, ഈ ചുള്ളിക്കമ്പൊക്കെ പറന്നു പോകുന്ന കാക്കയെ ഇങ്ങനെ നിരീക്ഷിച്ച സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ വീട്ടുകാർക്ക് തോന്നിയത്, ആ കൂട്ടിലുണ്ടാകുമെന്ന് തോന്നിയത്? അഞ്ജിത, ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ പറയട്ടെ, ഞാൻ ഈ കാക്ക ഭക്ഷണപദാർത്ഥം കൊത്തിക്കൊണ്ടുപോകുന്നത് വെച്ച് തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. അഞ്ജിത അത് പറഞ്ഞതുകൊണ്ട് എന്നെ അതിൻ്റെ അകത്ത് മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വീട്ടുകാരെ തീർച്ചയായിട്ടും നല്ല ടെൻഷനായി. പറഞ്ഞ മാതിരി 1 പവൻ സ്വർണത്തിൻ്റെ വില ദിനംപ്രതി വണ്ണം കൂടുകയാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബം ഒരു കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു. തിരികെ വന്ന സമയത്ത് മകളായ ഫാത്തിമ ഫൈഹ ഈ ആഭരണങ്ങൾ അഴിച്ച് ഒരു കടലാസിൽ പൊതിഞ്ഞ് വീടിന് പുറത്തുള്ളൊരു പെട്ടിയുടെ മുകളിൽ വെക്കുകയാണ് ഉണ്ടായത്. 2 വളയും 1 മാലയും. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ കളിക്കാൻ പോവുകയാണ്, ഇതെടുത്ത് അകത്ത് സേഫായി വെച്ചോളൂ എന്ന്. ഉമ്മ എന്തൊക്കെയോ തിരക്കിൻ്റെ ഇടയിൽ ആ കാര്യം വിട്ടുപോയി എന്നതാണ്. പിന്നീട് തൊട്ടടുത്ത ദിവസം മറ്റൊരു കല്യാണത്തിൽ കുടുംബത്തിന് പങ്കെടുക്കേണ്ടതായുണ്ട്. പോകുന്നതിന് മുൻപ് നോക്കുമ്പോഴാണ് ആഭരണങ്ങളൊന്നും തന്നെ കാണാനില്ല. ആ സമയത്ത് പുറകിലോട്ട് ചിന്തിക്കുന്നു. അപ്പോൾ മകൾ ഈ വിധത്തിൽ പെട്ടിയുടെ മുകളിൽ വെച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്കുന്നു. അവിടെ പോയി നോക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പെട്ടിക്ക് മുകളിലൊന്നും തന്നെ ഇല്ല. പക്ഷെ തൊട്ടടുത്തായിട്ട് 1 വളയും 1 മാലയുമുണ്ട്. 2ാമത്തെ വള കാണുന്നില്ല. ആ ഏരിയയിലാകെ തിരയുന്നു. ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. ആകെ ടെൻഷനിലായി പോകുന്നു. പരമാവധി നോക്കുന്നുണ്ട്. വീട്ടുകാരെല്ലാവരും ആ പരിസരത്തെല്ലാം നോക്കുന്നുണ്ട്. ഈ സമയത്താണ് ബന്ധു മറ്റൊരു കാര്യം പറയുന്നത്. കുറച്ച് ദിവസമായിട്ടൊരു കാക്ക ഈ വീട്ടുമുറ്റത്ത് ചുള്ളിക്കമ്പുകളൊക്കെ കൊത്തിക്കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. കൂടുണ്ടാക്കാനാണ് എന്ന് തോന്നുന്നതെന്ന്. ചുള്ളിക്കമ്പുകൾക്കൊപ്പം തന്നെ പ്ലാസ്റ്റിക് വളകളുടെ പൊട്ടും ഇത് കൊത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഏതായാലും ഈ ഒരു വളയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറുന്നത്. വീട്ടുകാർ പിന്നീട് നിരീക്ഷണത്തിലാണ്. കാക്കയുടെ കൂടെ എവിടെയാണെന്ന് നോക്കി നിൽക്കുകയാണ്. മനസ്സിലാക്കുന്നു ഇത് വീട്ടുമുറ്റത്ത് തന്നെയുള്ള, പരിസരത്ത് തന്നെയുള്ള തെങ്ങിന് മുകളിലാണ് എന്നാണ്. അപ്പോൾ ആ കൂട് മനസ്സിലാക്കി അതിനടുത്തതായി ചെയ്തത് കയറി പരിശോധിക്കുക എന്ന് തന്നെയാണ്. നോക്കുന്നു, കൂട്ടിനകത്തുണ്ട് ചുള്ളിക്കമ്പുകൾക്കിടയിൽ നമ്മുടെ ഈ സ്വർണത്തിൻ്റെ വള. അത് നേരെ എടുത്ത് താഴേക്ക് വരുന്നു. അന്വേഷണം സക്സസ്, മിഷൻ സക്സസ് എന്നാണ് വീട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും വിലയുള്ള സ്വർണ്ണവിള തിരികെ കിട്ടുന്നു, സന്തോഷം. എന്തായാലും നമ്മളിപ്പോൾ ഈ വിഷ്വലിലൊരു കാക്കയെ കാണിച്ചിട്ടുണ്ട്. അത് ആ കാക്കയല്ല, ഇത് നിരപരാധിയായ മറ്റൊരു കാക്കയാണ് എന്ന കാര്യം കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ വേറൊരു കാര്യം, ഈ വാർത്തയ്ക്ക് ഇപ്പോൾ PCR നിന്ന് വിളിച്ച സമയത്ത് സബിത ചേച്ചി PCR ചേച്ചി പറയുന്നുണ്ട്, വീട്ടിലേക്ക് കുറേ കാക്ക അതുപോലെ പ്രാവുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ ഇതുവരെ കൊത്തിക്കൊണ്ടു വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ കോളടിച്ചേനെ എന്ന്. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ വീട്ടുകാർക്ക് നല്ല ടെൻഷനിലായിരുന്നു. ആ വള കിട്ടി അതിൻ്റെ സന്തോഷം, ആശ്വാസമാണ് ഇപ്പോഴുള്ളത്. എല്ലാത്തിനും മുന്നിൽ ഒരു കാക്കയാണ്. ഓക്കെ രാഹുൽ, ഇപ്പോൾ കാക്കയെ കൂടെ ഇവിടെ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം കൂട്ടിനകത്ത് ഇപ്പോൾ വല്ല സ്വർണവും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട തരത്തിലേക്ക് പാട്ട് മാറ്റി എഴുതുന്ന ആ ഒരു കാലത്തിലേക്ക് കാക്കയും എത്തിയിരിക്കുകയാണ്. ശരി, വളരെ രസകരമായ ഒരു റിപ്പോർട്ടായി തോന്നി രാഹുൽ ഇത്.